ജബ് വി മെറ്റ് അവസാന ഭാഗം. രചന ശരണ്യ പൊന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഫോൺ റിങ് ചെയ്യുന്ന കണ്ട് ജിത്തുവാണെന്ന് കരുതി അവൾ വേഗം പോയി ഫോൺ എടുത്തു. ഇന്ദ്രടനാവുന്ന കരുതിയത്, പക്ഷെ ദീപു ചേട്ടനാണല്ലോ. അവൾ കോൾ എടുത്ത് ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ ദീപു ചേട്ടാ. മോളെ നീ എവിടെയാ? എന്തെങ്കിലും കഴിച്ചോ? ഞാൻ എവിടെ പോകാനാ ചേട്ടാ? വൈകുന്നേരം ചായ അവൽ നനച്ചൊക്കെ കഴിച്ചു. ഇന്ദ്രേട്ടൻ ഇതുവരെ എത്തിയില്ല. വിളിച്ചിട്ടോട്ട് എടുക്കുന്നുമില്ല. ഇന്ദ്രേട്ടൻ വരുന്നത് നോക്കി നിൽക്കുവാ ഞാൻ. ആ മോളെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ കൂടെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? നീ ഒറ്റക്കല്ലല്ലോ. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു, ഉടനെ എത്തും കേട്ടോ. ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങളെല്ലാം എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരുന്നത്? ഞായറാഴ്ച വരുന്നല്ലേ അമ്മ പറഞ്ഞ്. പിന്നെ ഇപ്പം എന്താ? ഏയ് ഒന്നുമില്ല, മാമി നിനക്ക് വേണ്ടി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് തന്നെ അങ്ങോട്ട് വരണമെന്ന് ഒരേ വാശി. അതാ മോള് ടെൻഷൻ ആവണ്ട. ഫോൺ കട്ട് ചെയ്ത് അവൾ നേരെ നോക്കിയത് സുഭദ്രയുടെ മുഖത്തേക്കായിരുന്നു. എന്താ പച്ചി, വീട്ടിൽ നിന്ന് എല്ലാവരും ഉടനെ എത്തുമെന്ന് പറയുന്നു. എന്തിനാ ഇപ്പോൾ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മയ്ക്ക് എന്നെ കാണാൻ വരെ ഒരേ വാശി എന്നൊക്കെയാ പറയുന്നത്. അതിന് നാളെ രാവിലെ വന്നാൽ പോരെ? എന്തിനാ ഈ രാത്രി തന്നെ? ദീപിച്ചേട്ടൻ്റെ സംസാരം കേട്ടിട്ട് എനിക്കാണെങ്കിൽ മോളെ, ഞാൻ അവരോട് വരാൻ പറഞ്ഞ്. എന്തിന്? മറുപടി ഇല്ലാതെ അവർ തലകുനിച്ചു. അവൾ സുഭദ്രയുടെ അടുത്ത് പോയി അവരുടെ തോളിൽ കൈവച്ച്. എന്താ പച്ചി, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നം? സുഭദ്ര ഗൗരിയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് ഗൗരി സുഭദ്രയിൽ നിന്ന് അകന്നു മാറി. അവൾ വയറിൽ കൈവച്ച് ചിരിച്ചു. അപ്പച്ചി നോക്കിക്കേ, ദേ വാവ ചവിട്ടി. ശോ, ഇന്നേട്ടൻ എന്താ വരാതെ? ഇന്നലെ എന്നോട് ചോദിച്ചേ ഉള്ളൂ കുഞ്ഞിന്റെ അനക്കറിയാൻ പറ്റാത്ത എന്താന്ന്. അപ്പച്ചി ഒന്ന് തൊട്ട് നോക്കിക്കേ, ദേ വീണ്ടും ചവിട്ടുന്നു. ഗൗരിയുടെ മുഖത്തെ സന്തോഷം കണ്ട് അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. അപ്പച്ചി നിനക്ക് അറിയുന്നു. എന്താ അപ്പച്ചി? മോളെ ഒന്നുമില്ലെന്നോ, സന്തോഷം കൊണ്ട് കരഞ്ഞതാ. ഞാൻ ഒന്നുകൂടി ഇന്ദ്രേട്ടനെ വിളിക്കട്ടെ? ഗൗരി വീണ്ടും ഫോൺ എടുത്ത് ജിത്തുവിനെ വിളിച്ചു. ജിത്തുവിന്റെ പേര് പറഞ്ഞു കുഞ്ഞ് വീണ്ടും ചവിട്ടി. അച്ഛന്റെ പേര് പറഞ്ഞപ്പോൾ ആത്തിടുന്ന് കുഞ്ഞാലും ബഹളം വെക്കുക. വാവേ, അച്ഛൻ ഇപ്പോൾ വരും കേട്ടോ. സുഭദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി. ഗൗരിക്ക് കാര്യം മനസ്സിലായില്ല. അവൾ അപ്പച്ചിന്ന് വിളിച്ച് അവിടെ പുറകെ പോകാൻ തുടങ്ങുമ്പോഴേക്കും വിനോദ് നീതും വീട്ടിലേക്ക് വന്നു. ആ വിനോദേട്ടാ, നിങ്ങളിത് എപ്പോൾ എത്തി? ഉച്ചക്ക് വന്നു മോള്. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അതാ വരുന്ന കാര്യം വിളിച്ചു പറയായിരുന്നു. ആണോ? അല്ല, ഇതെന്താ രണ്ടാളുടെയും മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? എന്തു പറ്റി നീതു? ഉള്ളിലെ സങ്കടം കണ്ണീരായി പുറത്തു വരാതെ പിടിച്ചു വെച്ചുകൊണ്ട് നീതു അവളെ നോക്കി ചിരിച്ചു. ഏയ് ഒന്നുമില്ലടാ, യാത്രാക്ഷീണം കൊണ്ടാ. ആ നീതുസേ, നമ്മുടെ കുഞ്ഞാരും അനങ്ങി കേട്ടോ. ഇന്ദ്രേട്ടന്റെ പേര് പറയുമ്പോൾ ഭയങ്കര ചവിട്ടാ. അച്ഛനോടാണ് ഇഷ്ടക്കൂടുതൽ തോന്നുന്നു. വിനോദ് നീതു എന്തു പറയണമെന്നറിയാൻ നോക്കി നിന്നു. ആന്റി എവിടെ? റൂമിലുണ്ട്. അപ്പച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഒന്നും പറയുന്നില്ല, വെറുതെ കരയുന്നു. എന്ത് വിനോദേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോഴേ എൻ്റെ വീട്ടിലുള്ളവരോട് അപ്പച്ചീനെ വരാൻ പറഞ്ഞേക്കുന്നു. എന്താ കാര്യം? ഏയ് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാനൊന്ന് ആൻറ്റിയെ കണ്ടിട്ട് വരാം. നിങ്ങൾ സംസാരിക്കും, ഞാൻ കുടിക്കാനെടുക്കാം. വേണ്ട, നീ വയർ വെച്ച് മിണ്ടാണ്ടി, ഞാൻ എടുത്തോളാം. നീ ഇത് വേഗം കിച്ചണിലേക്ക് പോയി. ഗൗരിയുടെ മുന്നിൽ അധികം നേരം പിടിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവളവിടുന്ന് ഒഴിഞ്ഞു മാറിയതാണെന്ന് വിനോദിന് മനസ്സിലായി. അവൻ റൂമിലെത്തിയപ്പോൾ സുഭദ്ര ബെഡിൽ നിന്ന് കരയുമായിരുന്നു. ആൻറ്റി. വിനോദിനെ കണ്ടതും ഒരു പൊട്ടിക്കരച്ചിലൂടെ സുഭദ്ര അവൻ്റെ മേലേക്ക് ചാഞ്ഞു. എന്തിനാ കുഞ്ഞ്, ഈശ്വരൻ ഈ കുടുംബത്തോട് മാത്രം ഇങ്ങനെ? ജിത്തുവിൻ്റെ വരവും കാത്തിരിക്കുക പാവം. എങ്ങനെ പറയും ഞാൻ അതിനോട്? എനിക്ക് വയ്യ ഇനി അവളുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കാൻ. ആൻറ്റി പ്ലീസ് കരയില്ലേ. ഗൗരിയോട് എങ്ങനെ ഈ കാര്യം പറയണമെന്ന് എനിക്കും അറിയില്ല. അറിയുമ്പോൾ അവളുടെ റിയാക്ഷൻ ആലോചിക്കുമ്പോൾ പേടിയാവുക. ഒന്നാമത് അവളിപ്പോൾ പ്രഗ്നൻ്റ് കൂടിയാണ്. ഇക്കാര്യം പെട്ടെന്ന് അവളോട് പോയി പറഞ്ഞാൽ അവൾക്കതൊരു ഷോക്കായിരിക്കും. ഇത്ര നേരം അവൾക്ക് മുമ്പിൽ പിടിച്ചത് തന്നെ വളരെ കഷ്ടപ്പെട്ട. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല മോനെ. അതാ ഞാൻ അവളുടെ വീട്ടിൽ വിളിച്ച് എത്രയും വേഗം വരാൻ പറഞ്ഞു. അവരൊക്കെ വന്നിട്ട് ആരാന്ന് വെച്ചാൽ അവളോട് പറ. അവളുടെ കണ്ണീര് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആൻറ്റി ഇങ്ങനെ തളരല്ലേ. എപ്പോഴായാലും അവൾ അറിയാനുള്ളതല്ലേ. പറയാതെ ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അഥവാ ഒളിച്ചു വെച്ചാലും എത്ര നാൾ? എൻ്റെ ജിത്തൂട്ട് ഇനി ഇല്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോനെ. രാവിലെ ഇറങ്ങാതെ എന്നെ ചേർത്ത് പിടിച്ച് ഉമ്മ വന്നിട്ടാ എൻ്റെ കുഞ്ഞ് പോയത്. അവന് പകരം എന്നെ വിളിച്ചുകൂടായിരുന്നോ ഈശ്വര? എന്തിനാ ഇനിയും ഞങ്ങളിങ്ങനെ പരീക്ഷിക്കുന്നത്? സുഭദ്ര തലതല്ലി കരഞ്ഞു. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കാനേ വിനോദിന് കഴിഞ്ഞുള്ളൂ. ഗൗരിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ അവന് തോന്നി. നിറഞ്ഞു വന്ന കണ്ണ് തുടച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ വാതിൽ ചാരി നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ഊമുനീരിറക്കാൻ പോലും കഴിയാതെ അവനാകെ തറഞ്ഞു നിന്നു. വിനോദേട്ടാ. അവളവൻ്റെ ഷർട്ട് പിടിച്ചുലച്ചു. എൻ്റെ ഇന്ദ്രേട്ടന് എന്താ പറ്റി? ഇതാണ് അപ്പച്ചി ഇത്ര നേരം പറയാതെ പിടിച്ചെന്ന്. മോളെ, എൻ്റെ ഇന്ദ്രേട്ടൻ പോയി അല്ലേ? ഇനി എന്നെ കിളി പോയതെന്ന് വിളിക്കാൻ എൻ്റെ ഇന്ദ്രേട്ടൻ ഇല്ലല്ലേ? ഇനി എനിക്ക് ആരും ഇല്ലല്ലേ? എന്നെ ഒറ്റക്കാക്കിയിട്ട് എന്തിനാ ഇന്ദ്രേട്ടൻ പോയത്?
പോയപ്പോ എന്നെ കൂടി കൊണ്ടുപോയിരുന്നില്ലേ? അവന്റെ നെഞ്ചിൽ തലവെച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. ഒന്നും പറയാനാവാതെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ ഒരു ശില കണക്കെ അവൻ നിന്നുപോയി. എല്ലാം കണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് നീതു അടുത്തതിന് നിൽപ്പുണ്ടായിരുന്നു. വിനോദിന്റെ ഷർട്ടിലെ പിടിമെല്ലാം അയഞ്ഞു വന്നു. മാനസിക നില തെറ്റിയ ആളെപ്പോലെ പരസ്പര ബന്ധമില്ലാതെ അവൾ സംസാരിക്കുന്നുണ്ട്. വിനോദിന് പേടി തോന്നി. അവൾ പതിയെ ഊർന്ന് നിലത്തേക്കിരുന്നു. ഇന്ദ്രേട്ടാ! അവൾ അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഗൗരി ആകെ വിയർത്തു വിളിച്ചിരുന്നു. കണ്ടത് സ്വപ്നം തന്നെയാണെന്ന് ഉറപ്പുവരുത്താനായി അവൾ ചുറ്റുമൊന്ന് നോക്കി. ഗൗരിയുടെ വിളിയേട്ട് സുഭദ്ര ഓടി വന്നു. മോളെ, എന്താ പറ്റിയത്? അപ്പച്ചി, ഇന്ദ്രേട്ടൻ, എനിക്കിപ്പോ ഇന്ദ്രേട്ടനെ കാണണം. എന്താ മോളെ, എന്തു പറ്റി? വല്ല സ്വപ്നവും കണ്ടോ? ഇന്ദ്രേട്ടൻ എന്തോ അപകടം പറ്റുന്നതായി ഞാൻ. അപ്പച്ചി ഏട്ടനൊന്ന് വിളിക്ക്, വരാൻ പറ പ്ലീസ്. വിളിക്കാം. സന്ധ്യാനേരത്തിലുള്ള ഈ ഉറക്കം വേണ്ടാന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അതാ ഇപ്പൊ വേണ്ടാത്ത സ്വപ്നമൊക്കെ കണ്ടത്. ഗൗരിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് സുഭദ്ര ജിത്തുവിനെ വിളിച്ചു. ഗൗരി അപ്പോഴും ആ സ്വപ്നത്തിന്റെ ഹാങ് ഓവറിൽ തന്നെയായിരുന്നു. ലേബർ റൂമിന് മുന്നിൽ അക്ഷമനായി കാത്തു നിൽക്കുവാണ് ജിത്തു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. വിനോദ് അവനെ കളിയാക്കി. മോനെ ജിത്തൂട്ടാ, നീ ഇവിടെ വന്നിരിക്ക്. പ്രസവിക്കുന്ന അവളല്ലേ, എന്തിനാ നിനക്ക് ഇത്ര ടെൻഷൻ? ദേ, ഏട്ടനാണെന്ന് നോക്കില്ല. സ്വന്തം ഭാര്യ ഇതുപോലെ ലേബർ റൂമിൽ കിടക്കുമ്പോ മോനത് മനസ്സിലാവും. വിനോദിന്റെ കണ്ണുകൾ നീതുവിന്റെ ചെറുതായി ഉന്തിയ വയറിലെത്തി നിന്നു. മോനെ, നീ ഇവിടെ വന്നിരിക്ക്. അവൻ സുഭദ്രയുടെ അടുത്ത് ചെന്നിരുന്നു. അപ്പച്ചി, ടെൻഷൻ ആവണ്ട മോനെ, ഒരു കുഴപ്പമില്ലാതെ അമ്മയും കുഞ്ഞിനെയും നമുക്ക് കിട്ടും. പെട്ടെന്ന് ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് നേഴ്സ് പുറത്തേക്ക് വന്നു. ഗൗരിയുടെ ഹസ്ബൻഡ് ഇയാളല്ലേ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. ജിത്തുവും സുഭദ്രയും ഡോക്ടറെ കാണാൻ ചെന്നു. ലുക്ക് മിസ്റ്റർ ഇന്ദ്രീത്സ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. കുഞ്ഞിൻ്റെ സൈസ് അല്പം കൂടുതലാണ്. സോ നോർമൽ ഡെലിവറി ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. സിസേറിയൻ ചെയ്യുന്നതാണ് ബെറ്റർ. ജിത്തു സുഭദ്രയെ നോക്കി. മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഹെൽത്ത് ഓക്കെയാണ്. ഇനി സമയം കളയാതെ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ ഡോക്ടർ, ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല. ഗൗരിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? നോ, ഷീസ് ഫൈൻ. ദെൻ ഓപ്പറേഷനുള്ള പ്രൊസീജിയേഴ്സ് ഞങ്ങൾ എത്രയും വേഗം ആരംഭിക്കാം. അയാൾ നേഴ്സിനെ വിളിച്ച് എന്തോ പറഞ്ഞു. ഇപ്പം നേഴ്സ് ഒരു ഫോം കൊണ്ടുവരും. സിസേറിയൻ ചെയ്യാൻ സമ്മതം അറിയിച്ചുള്ള കൺസേൺ ലെറ്റർ നിങ്ങൾ സൈൻ ചെയ്യണം. സമയം എഴിഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. ലേബർ റൂമിന് പുറത്ത് ഗൗരിക്കും കുഞ്ഞിനുമായി കാത്തിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാണ് ജിത്തുവിന് തോന്നിയത്. മോനെ, കുറേ നേരമായില്ലേ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വാ. അതെ ജിത്തു ചേട്ടാ, പോയിട്ട് വാ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. വേണ്ട അപ്പച്ചി, അവളകത്തിങ്ങനെ കിടക്കുമ്പോൾ ആദ്യം എൻ്റെ ഗൗരിയും കുഞ്ഞിനെ ഒന്ന് കാണട്ടെ, അത് കഴിഞ്ഞ് കഴിക്കാം. അച്ചോടാ, നോക്കിക്കേ എന്ത് രസാ കാണാൻ. സുഭദ്രയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി സുമി പറഞ്ഞു. ഗൗരിക്ക് മോളെ വേണമെന്നായിരുന്നില്ല ആഗ്രഹം. എന്തായാലും നിന്നെ പോലെ ചുന്ദരിയായൊരു മോളെ തന്നെ കിട്ടിയല്ലോ. ഗൗരിയും ജിത്തും പരസ്പരം നോക്കി ചിരിച്ചു. കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുവാണ് ചക്കി. ടവലിനുള്ളിൽ പൊതിഞ്ഞു പിടിച്ചേക്കുന്നതുകൊണ്ട് ആ ചൂട് പറ്റി ആള് നല്ല ഉറക്കത്തിലാണ്. ഇടക്കൊന്ന് അനങ്ങുന്നുണ്ട്. ജിത്തൂട്ടാ, മോൾക്ക് പേര് കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ അപ്പച്ചി. വല്ല കിളി പോയ പേരുവാണോടാ? വിനോദിന്റെ ചോദ്യം കേട്ട് ഗൗരി ചുണ്ടു കൂർപ്പിച്ചു. വെറുതെ അവളെ കളിയാക്കിയതിന് രമയും നീതും രണ്ട് സൈഡിൽ നിന്ന് അവനോരോ നുള്ളു കൊടുത്തു. കിളിപോയ പേരല്ല, പക്ഷെ എന്റെ കിളിപോയത് കണ്ടുപിടിച്ച പേര് തന്നെയാ. എന്നാ പറ. ധ്വനി. പേര് കേട്ട് എല്ലാവരുടെയും മുഖം വിടർന്നു. ചക്കിമോളെ, വാവ വന്നല്ലോ, സന്തോഷായില്ലേ? ഞാൻ ഹാപ്പിയാ. ആന്റിയല്ലേ പറഞ്ഞ് വാവന്റെ കൂടെ കളിക്കാൻ വരുമെന്ന്. പക്ഷെ ധ്വനി വാവ എന്റെ കൂടെ എപ്പോഴാ കളിക്കുന്നേ? ഇത്ര ചെറിയ ബേബി കളിക്കാൻ പറ്റില്ലല്ലോ. വാവ വലുതാവട്ടെ കേട്ടോ, അപ്പൊ മോളുടെ കൂടെ കളിക്കും. അമ്മേ, ഈ വാവയെ കാണാൻ നല്ല ക്യൂട്ടല്ലേ? പിങ്ക് കളർ പാവക്കുട്ടിയെ പോലെ ഇരിക്കുന്നുണ്ട്. ചക്കി പറഞ്ഞു കേട്ട് എല്ലാവരും ചിരിച്ചു. ഗൗരിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിരുന്നു. എല്ലാവരും മാറി മാറിയെടുത്ത് ഉറക്കം തടസ്സപ്പെട്ടുകൊണ്ടായിരിക്കണം മോള് കരയാൻ തുടങ്ങി. അച്ഛമ്മയുടെ മോള് കരയുവാണോ? കരയണ്ട കേട്ടോ, നമുക്ക് അമ്മയുടെ അടുത്ത് പോകാമേ. കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും മോളെ. കുഞ്ഞിനെ ഗൗരി ഏൽപ്പിച്ചിട്ട് അവരെല്ലാം പുറത്തിറങ്ങി. റൂമിൽ ജിത്തുവും ഗൗരിയും മാത്രമായിരുന്നു. വിശപ്പ് മാറിയപ്പോൾ അവൾ വീണ്ടും ഉറക്കം പിടിച്ചു. കുഞ്ഞിനെ കിടത്തിയിട്ട് ഗൗരി ജിത്തുവിൻ്റെ തോളിൽ ചാരിയിരുന്നു. പെയിനുണ്ടോ? ഇപ്പം ഇല്ല, ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് കഴിയുമ്പോൾ വേദന വരുന്ന ഡോക്ടർ പറഞ്ഞ്. സാരമില്ല, പോട്ടെ. ജിത്ത് അവിടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അമ്മയും കുഞ്ഞും ശ്രീമംഗലത്തേക്കെത്തി. കുഞ്ഞിനെ കാണാൻ ആളുകളുടെ ബഹളമായിരുന്നു. നൂലുകെട്ട് കഴിയുന്നവരെ ഇനി വീട്ടിലേക്കില്ലെന്ന് നീതു ആദ്യമേ പറഞ്ഞു. സുമിയും പ്രമോദും ചക്കിയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരികെ പോയി. കുഞ്ഞിൻ്റെ ഒപ്പം കളിക്കാൻ ആശിച്ചു വന്നതായിരുന്നു ചക്കി. അതുകൊണ്ട് തിരികെ പോകാൻ നേരം ബേബിയെ വിട്ട് വരില്ലെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു വിളിച്ച് ബഹളം ഉണ്ടാക്കി. കുറച്ചു ദിവസം ഗൗരിയുടെ ഒപ്പം നിന്നിട്ട് ലതയും നന്ദനും തിരികെ പോയി. സുഭദ്ര ഉള്ളതുകൊണ്ട് ലതയ്ക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. എങ്കിലും ശനിയാഴ്ച രാവിലെ ലതയും നന്ദനും ദേവും ശ്രീമംഗലത്തേക്ക് വരും. സിസേറിയൻ ആയതുകൊണ്ട് ആദ്യത്തെ വേദന മാത്രമേ ഇല്ലായിരുന്നുള്ളൂ. പിന്നീടുള്ള ദിവസങ്ങൾ ഗൗരി നല്ലോണം കഷ്ടപ്പെട്ടു. അവളുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ജിത്തുവിന് ശരിക്കും സങ്കടം വന്നു.
സുമിയും പ്രമോവും തിരികെ പോയ ഉടൻ ജിത്തുവും ഗൗരിയും താഴേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഗൗരിയും മോൾ നീതുവുമാണ് ആ റൂമിൽ. പാവം ജിത്തു ഒറ്റയ്ക്ക് മുകളിൽ. കിളി പോയതില്ലാതെ ഒറ്റയ്ക്ക് മുകളിൽ കിടക്കാൻ അവന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗൗരിക്കും. അതുകൊണ്ട് ഗൗരി ഉറങ്ങുന്നവരെ അവളോട് കുഞ്ഞിനോടൊപ്പം ഇരുന്നിട്ട് അവൻ മുകളിലേക്ക് പോകുമായിരുന്നുള്ളൂ. പതിയെ പതിയെ പ്രസവാനന്ദ ശുശ്രൂഷകൾ ആരംഭിച്ചു. റൂം മുഴുവൻ അങ്ങാടിക്കടയിലെ മരുന്നിന്റെ മണമാണ്. 4 നേരം കഷായവും ഏതൊക്കെ ഔഷധ ചെടികൾ കൊണ്ടുള്ള കുറുക്കും ലേഹ്യവും. പണ്ടേ ഈ പച്ചമരുന്നും ഗൗരിയും തമ്മിൽ വൻ ശത്രുതയാണ്. കഴിക്കാതിരിക്കാൻ അവൾ കുറെ ശ്രമിച്ചു നോക്കി. എവിടുന്ന്? അപ്പച്ചിയും വല്യമ്മയും അമ്മയും കൂടി അവളെ കൊണ്ടെല്ലാം കഴിപ്പിച്ചു. വേദ് തുടങ്ങിയപ്പോഴാണ് അതിലും രസം. വെള്ളം തിളപ്പിക്കുന്ന കണ്ടപ്പോഴേ ഗൗരി കരച്ചിൽ തുടങ്ങി. രക്ഷപ്പെടാൻ പല അടവും അവൾ പയറ്റി നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ അടുത്ത തൻ്റെ ഊഴാണല്ലോ എന്ന് ആലോചിച്ച് പാവ നീതു തലയിൽ കൈവച്ച് പോയി. കുഞ്ഞിനെ താലോലിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പാൽ കുടിക്കാൻ നേരം മാത്രം കുഞ്ഞ് ഗൗരിയുടെ കയ്യിലെത്തും. ബാക്കി സമയം മുഴുവൻ ഓരോരുത്തരുടെ കൈകളിലായിരിക്കും. രാത്രിയിൽ ആശാത്തി നല്ല കരച്ചിലാണ്. പക്ഷെ ജിത്തു എടുത്ത് കുറച്ച് കഴിയുമ്പോൾ കരച്ചിൽ താനേ മാറും. കുഞ്ഞിക്കണ്ണ് തുറന്ന് അച്ഛനെ തന്നെ നോക്കിയിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചേരം എടുത്തുകൊണ്ട് നടന്നാൽ മതി. അവൻ്റെ കയ്യിലിരുന്ന് അവൾ സുഖമായിട്ട് ഉറങ്ങും. അച്ഛനോടാണ് കൂടുതൽ പ്രിയമെന്ന് ഗൗരിക്ക് മുമ്പേ മനസ്സിലായതാണ്. അവൻ്റെ പേര് പറയുമ്പോൾ അവൻ വിളിക്കുമ്പോഴൊക്കെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ആള് നല്ല ചവിട്ടുമ്പോഴൊക്കെ ആയിരുന്നു. വിനോദിനും നീതുവിനും ഒരു ആൺകുഞ്ഞ് പിറന്നു. വിച്ചു എന്ന് ചെല്ലപ്പേരുള്ള വിവേക്. വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ മാത്രമേ ചക്കിമോൾക്ക് വിവിയുടെയും ധ്വനിയുടെ ഒപ്പം കളിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അവസാനം എനിക്കൊരു വാ വേണമെന്ന് പറഞ്ഞ് അവൾ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ദേവാംഗനയ്ക്ക് 2 അനിയന്മാരെ കിട്ടി, പ്രജ്വലും പ്രണവും. 2 കുസൃതിക്കുട്ടന്മാരെയും പിന്നെ അവരുടെ ചേച്ചിയെയും സുമിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സുഭദ്ര ഇപ്പോൾ സിംഗപ്പൂരാണ്. ദേവു +2 കഴിഞ്ഞ് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ദീപുവിൻ്റെയും വേണിയുടെയും കല്യാണം കഴിഞ്ഞു. 2 പേരും ഇപ്പോൾ ഒരേ ബ്രാഞ്ചിൽ തന്നെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഗ്ലാമർ തരാണെങ്കിൽ ജിത്തുവിനെ കിട്ടാത്ത സങ്കടത്തിലായിരുന്നു. ഒടുവിൽ സുന്ദരനായ NRI ആലോചന വന്നപ്പോൾ അവൾ സങ്കടമൊക്കെ കളഞ്ഞ് അങ്ങനെയും കെട്ടി കടൽ കടന്നു. ജിത്തു ഷോപ്പിൽ നിന്ന് എത്തിയപ്പോൾ കാണുന്നത് താടിയിൽ കയ്യൂന്നി മുഖം വീർപ്പിച്ച് സോഫയിലിരിക്കുന്ന ദച്ചുമോളെയാണ്. അച്ഛൻ്റെ മോള് പിണങ്ങിയിരിക്കുവാണ്. എന്തുപറ്റി? വേണ്ട, അച്ഛൻ എന്നോട് മിണ്ടണ്ട, ആരും എന്നോട് മിണ്ടണ്ട. അയ്യോ, അതിന് അച്ഛനെന്ത് ചെയ്തു? അച്ഛനൊന്നും ചെയ്തില്ല, പക്ഷെ അമ്മ ചെയ്തു. എന്ത്? മോളെ വഴക്ക് പറഞ്ഞു? തല്ലിയോ? അച്ഛൻ ഇന്നലെ ഡയറി മിൽക്ക് വാങ്ങിച്ചു വന്നില്ലേ? ഇന്ന് രാവിലെ ഫ്രിഡ്ജിലിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അമ്മ പറഞ്ഞു സ്കൂളിൽ പോയി വന്നിട്ട് കഴിക്കാം, അപ്പം കഴിക്കണ്ടെന്ന്. പക്ഷെ ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് ഇല്ല, അത് അമ്മ കഴിച്ചു. ദച്ചുമോളുടെ പരാതി കേട്ട് ജിത്തുവിന് ചിരി വന്നു. നീ വാ, നമുക്ക് അമ്മയോട് ചോദിക്കാം. ആഹാ, എന്താ കൊച്ചിൻ്റെ ചോക്ലേറ്റ് അവൾ എടുത്ത് കഴിച്ചല്ലേ? ജിത്തു മോളയും എടുത്ത് കിച്ചണിലേക്ക് ചെന്നു. രാത്രിക്കത്തേക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഗൗരി. ഡേ വിളി കേട്ട് ഗൗരി തിരിഞ്ഞു നോക്കി. ഗൗരി ദച്ചുവിനെ നോക്കി ചിരിച്ചെങ്കിലും അവൾ അച്ഛൻ്റെ തോളിൽ മുഖം ഒളിപ്പിച്ചു. എന്നാലും നീ എൻ്റെ മോളുടെ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചല്ലോ. ഓ, അതാണ് കാര്യം. അത് പിന്നെ ഞാൻ നാണല്ലല്ലോ. ഇനിയെങ്കിലും നന്നായിക്കൂടെ നിനക്ക്? അവൾ ജിത്തുവിനെ നോക്കി കോക്രി കാണിച്ചു. അച്ഛാ, നമുക്ക് ഈ അമ്മയെ വേണ്ട. അമ്മ എപ്പോഴും എൻ്റെ ചോക്ലേറ്റ് കഴിക്കും. നമുക്ക് ഈ അമ്മയെ മാറ്റി വേറെ നല്ല അമ്മയെ കൊണ്ടുവരാം. അതാണ് ഞാനും കുറച്ചു കാലമായിട്ട് അത് വിചാരിക്കുന്നു. ജിത്തു പറഞ്ഞു കേട്ട് ഗൗരി കണ്ണുരുട്ടി. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ശരി, ഇനിയിപ്പോ വേറെ അമ്മയെ കൊണ്ടുവരാൻ പോകുന്ന സ്ഥിതിക്ക് ഈ ചോക്ലേറ്റ് മൊത്തം ഞാൻ തന്നെ കഴിക്കാം അല്ലേ? ഗൗരി ഷെൽഫിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ബോക്സ് എടുത്തു. അത് കണ്ടും ദച്ചുവിന്റെ മുഖം തെളിഞ്ഞു. അവളുടെ മാത്രമല്ല ജിത്തുവിന്റെയും. 2 പേരും പരസ്പരം നോക്കി. ഇവള് നമുക്കിട്ട് പണി തന്നല്ലോ മോളെ. ഗൗരി ഒരു പീസ് കയ്യിലെടുത്ത് റാപ്പർ മാറ്റി. എന്നിട്ട് അത് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. അമ്മ. ഗൗരി മോളെ, അല്ല നിങ്ങളിതുവരെ പോയില്ലേ? ഞങ്ങൾക്ക് ഈ അമ്മയെ മതി അല്ലേ അച്ഛാ? എന്തോ കേട്ടില്ല. സത്യം, ഞങ്ങൾക്ക് നിന്നെ മതി. 2 പേരും അവിടെ ഓരോ കവളിൽ മുത്തം കൊടുത്തു. ദച്ചുമോളെ അവൻ കിച്ചൺ സ്ലാബിൽ ഇരുത്തി. എന്നെയും. ദച്ചുവിനെ പോലെ ഗൗരി കൈ നീട്ടുന്ന കണ്ട് ജിത്തു അവളെയും പൊക്കിയെടുത്ത് സ്ലാബിലിരുത്തി. ചോക്ലേറ്റ് ബോക്സ് ദച്ചു കൈക്കലാക്കിയിരുന്നു. അവൾ തന്നെ ഓരോ ചോക്ലേറ്റ് എടുത്ത് ഗൗരിക്കും ജിത്തുവിനും വായിൽ വെച്ച് കൊടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ ആ ബോക്സ് കാലിയായി. അതെ അച്ഛാ, ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ അമ്മയെ നോക്കാം അല്ലേ? എടി. ദച്ചുവിനെ തള്ളാൻ ഗൗരി ചപ്പാത്തി വരുന്ന സാധനം കയ്യിലെടുത്തു. ജിത്തു അവളെ പൊതിഞ്ഞു പിടിച്ചു. അത് കണ്ട് ഗൗരി മുഖം വീർപ്പിച്ചപ്പോൾ അവൻ അവളെയും ചേർത്ത് പിടിച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മനോഹരമായ ഈ കഥ നമുക്ക് സമ്മാനിച്ച ശരണ്യ പൊന്നൂസിനും ഈ കഥ തുടക്കം മുതൽ ഒടുക്കം വരെ കേട്ട എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പുതിയ കഥ ഗസൽ ഉടൻ ആരംഭിക്കുന്നതാണ്.